പ്രശ്നം പരിഹരിച്ചെങ്കിലും വീട് ഇപ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും അമ്മാവാ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇപ്പൊ എന്റെ വലത്തേക്കാല് കേരളത്തിൽ, ഇടത്തേക്കാല് തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഇരിക്കുന്ന ഈ ദോശ തമിഴ്നാട്ടിലിരിക്കുന്ന ഈ ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഭാഗ്യം തന്നെ അല്ലേ? ജനക്ഷൻ വരുമ്പോ വോട്ട് നമ്മൾ അവിടെ ചെയ്യും വല്ലപ്പാ. എന്തോ ജനക്ഷൻ വരുമ്പോഴേ നമ്മൾ വോട്ട് അവിടെ ചെയ്യും. അമ്മായും തമേന്നി കൂടുതൽ അടുക്കള ഭാഗത്തായതുകൊണ്ട് അവരുടെ വോട്ട് തമിഴ്നാട്ടിൽ പോകും. എടാ AK ആന്റണിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വോട്ട് കേരളത്തിൽ തന്നെ ആയാലേ കാര്യമുള്ളൂ. ആരാടാ അത്? അതിഥികൾ ആരോ ഉണ്ടെന്നാ. நீ ஏடுற ஆணிய இது எப்படி? அங்கே போடு. എന്താണ് കളയുന്നത്? எங்க வீட்டுல അല്ല മാവാ, വാളയാർ ചന്തയിൽ ഒരാൾ പരമമാനെ തിരക്കി വന്നിരിക്കുന്നു. ആരാ? വടിവാൾ വാസു എന്നാ പറഞ്ഞു. ജയിലിൽ നിന്ന് വരുന്ന വഴിയാത്രേ. അവൻ വരണം. അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. ഈ പാണ്ടികളെ നിലയ്ക്ക് നിർത്താൻ എനിക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ വാസു മതി. എന്റെയും വാസുവിന്റെയും ശരീരത്തിൽ ഓടുന്നത് ചോരയാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പാണ്ടികളെ ഇവിടുന്ന് ഓടിച്ചിരിക്കും. വാടാ. എടാ ആരേ വാസു? അതൊന്നും നീ പറയണ്ട, തൽക്കാലം മുങ്ങുന്നതാണ് ഭംഗി. അല്ല അല്ലടാ, ഇവിടെ നിർത്തിക്കോ. എന്റെ പുന്നാരെ അളിയ, നല്ല സ്ഥലം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റത്തിന് കാരണം, അതും കട്ടപ്പന വാളയാറിലേക്ക്, എന്താണ് അത്? ഒക്കെ വിശദമായിട്ട് പറയാം. എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. നീ അങ്ങ് ഉണങ്ങി വിറകുള്ളി പോലെ ആയല്ലോ. ആദ്യം നിന്റെ തടിയൊന്ന് ശരിയാക്കി എടുക്കണം, എന്നിട്ട് വേണം. ദാദാജി സുപ്രഭാത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ. ജയിലിൽ എനിക്ക് ഹിന്ദിക്ക് ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പെങ്ങളെ? സുഖം തന്നെയല്ലേ? അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അച്ഛാ, നീ എന്താടി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. 6-7 മാസം ജയിലിലെ ഉണ്ടയും വെള്ളവും തിന്നും അടുത്തതല്ലേ. വായിക്ക് രുചിയുള്ള എന്തേലും കഴിച്ചിട്ട് മതി ഇനി വിശേഷം. അച്ഛാ, എല്ലാം റെഡിയല്ലേ ജാനു? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കയ്യും കഴിയിട്ട് വന്നിരുന്നാ മതി. മാർക്കറ്റിൽ കൂടി നടന്നു വരുന്ന ഒരു മണം. എന്താണ് അളിയതെല്ലാം? എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. കരിമീൻ ഉടത്തിയത്, താറാവ് നിർത്തിപ്പൊരിച്ചത്, ആടിന്റെ തല മുളകിട്ടത്, അത് കോഴി ഫ്രൈ. ഇത് മറ്റവൻ യവൻ കണ്ടംപൂച്ച ജീവനോടെ വറുത്തത്. കണ്ടംപൂച്ചയെ കെണിവെച്ച് പിടിച്ച് ചുട്ടു തിന്നുന്നത് നിന്റെ വിരോധമല്ലായിരുന്നോ? ഇവരാരും കൂട്ടാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ചതാ. അളിയ, ഞാൻ ഇതൊക്കെ നിർത്തി. എന്തോ നിർത്തിന്ന്? ഈ നോൺ വെജിറ്റേറിയന്. ജയിലിൽ വെച്ച് ഞാൻ ഗാന്ധി മാർഗത്തിൽ ചേർന്നളിയ. ഈ മത്സ്യമാംസാദികൾ ത്യജിച്ച് ഞാനിപ്പോ വെറും പച്ചക്കറിയാ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. രഘുപതി വലിയ അഹിംസക്കാരൻ. ആ ജയിലിൽ നിന്ന് അയച്ച ആ കത്ത് ഇങ്ങെടുത്തോണ്ട് പാടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്? ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എന്റെ അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്താ. എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത്? നീ എഴുതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്.
പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ആ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അത്രേ ഉള്ളൂ. അതെന്തിനാ? അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്റെ അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം. അവനെ നേർക്കൊന്ന് കണ്ടാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? അളിയൻ പിന്നെയും എന്റെ അളിയ ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. ഞാൻ കട്ടപ്പനെ ചെന്ന് അവരുമായിട്ട് തോളി കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വടിവാളും കൊടുവാളും എടുത്തു വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? വേസ്റ്റ്. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. 1987 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവരോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് പട്ടിക്കിട്ടു. ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും. എല്ലാരും ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ല? താനാരാ? ഞാൻ ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബ പേരാ കൊണ്ടോടിന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ? കൊണ്ടോടുക, തട്ടിക്കൊണ്ടുപോവുക, കള്ളപ്രമാണം ഉണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാനത്ര കണ്ടിരിക്കുന്നു. അവനോടെ ആര്? വല്ലഭൻ. പോന്നു വന്നിട്ട് വർഷം കുറയായി. ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്ക് തിരിയും. ഇവരാരാണെന്നറിയോ? എന്റെ ചോരയാ. ഞാഞ്ഞുള്ളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധി ഭക്തൻ 2 കൊല വരെ ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഇന്നേക്ക് 5 ദിവസത്തിനകം ആ പാണ്ടികളെല്ലാം അവിടെ ഓടിച്ച് എന്റെ അളിയനെ കുടുംബത്തെയും അന്തസ്സായോടെ കെട്ടി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാച്ചാ പോരായിരുന്ന? അതുവരെ എന്റെ അളിയനും കുടുംബവും ദേ ഇവിടെ താമസിക്കും. അല്ല, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടാ. പറഞ്ഞനുസരിച്ചിട്ട് ഇറങ്ങടാ. നിന്നോടും കൂടിയാ. ചായ വേണം? കുടിക്കില്ല. കുടിക്കില്ല. ഞങ്ങള് പുറത്തു വന്നു. മുത്തശ്ശനെ എടുക്കടാ. വരുന്നില്ല. കസേരയോടെ എടുക്കടാ. ഒരു TV VCRും കൂടി കെട്ടി തൂക്കായിരുന്നു. അകത്തൊക്കെ എടുക്കടാ. ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈ പ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ടി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ. അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിക്കണം? പ്രശ്നം ഒന്ന് സോൾവ് ആകുന്നവരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം? വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. വടിവാള് വേണോ കതറ് വേണോന്ന്? കാതർ മതി. കതർ മതി എന്ന് പറയായിരുന്നു. വിദ്യാഭ്യാസം കുറച്ച് കുറവാണ്. ഓഹോ, കതറെങ്കിലും ഓക്കെ. ஏன் அழுகிறேன்? சந்தோஷம் தாங்க முடியலம்மா. உங்களை காணணும்னு உயிருக்கு உயிர ஆசையா இருந்தம்மா. அது இவ்வளவு சீக்கிரம் நிறைவேறன்னு நினைச்சு கூட பாக்கலம்மா. எங்க வீட்டுக்கு வந்து தரிசனம் தந்தீங்களே. இந்த வீட்டுக்கு மட்டும் இல்லை, உலகத்துல எல்லா இடத்துலயும் நான் இருக்கேன். அம்மா இல்லாத குழந்தை இருக்கா? பாரம்மா, உலகம் ஒண்ணு, மனிதனும் ஒண்ணு.
இங்கிலீஷ் மலையாளம் தெலுங்கு தமிழ் எல்லாம் ஒரு தாய் பெற்ற மக்கள். இப்போ நான் தமிழ்நாடு முக்கியமந்திரி தானே. ஆனா குருவாயூரப்பன் எனக்கு வேண்டிய கடவுள். அவரை காணணும்னா கேரளாவுக்கு போக வேண்டாமா? கேரளாவுக்கு அரிசி கிரிச்செல்லாம் நாம தானே குடிக்கிறது. கேரளாவும் தமிழ்நாடும் ரொம்ப ரொம்ப நண்பர், ஃப்ரெண்ட்ஸ். இங்க ஒரு மலையாள ஃபேமிலி இருந்தது இல்லையா, அவங்க எனக்கு ரொம்ப வேண்டியவர். அவங்களுக்கு எந்த தொந்தரவும் நீ கொடுக்க கூடாது என்ன? இல்லங்கம்மா, எந்த தொந்தரவு கொடுக்க மாட்டாங்கம்மா. அவருக்காக நீங்க இந்த ஸ்தலம் விட்டு கொடுங்க. கொடுக்கறேங்கம்மா. തമിഴ് വാഴുക. ഇത്ര പെട്ടെന്ന് സ്ഥലം വിട്ടോ? കൈയൊന്നും വേണ്ട. നടീനടന്മാരൊക്കെ ഒന്ന് ബാറ്റിംഗ് തീറ്റയ്ക്കുള്ളൊക്കെ മേടിച്ചോ. എന്റെ കാശൊന്നും ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. അതെ, ഈ വണ്ടിക്ക് കല്യാണം അത് പറ്റില്ല. ഒറ്റപ്പാലത്തെ സീരിയലിന്റെ ഷൂട്ടിംഗ് ഉള്ളത് ഞാൻ കോളേജിൽ തന്നെ പോയിക്കോളാം. ഈ കോളേജിൽ ഒറ്റപ്പാലത്ത് പോയ 2000 രൂപ പൊടിയും. ഈ കലാപരിപാടിക്ക് തന്നെ 5000 രൂപ പലിശക്കെടുത്താ ഞാൻ പൊടിച്ചു കളഞ്ഞത്. ഒരു 500 രൂപ തന്നെ. എന്തിനാ? ഈ ടർപ്പായുടെ വാടക കൊടുക്കാനാ. എങ്ങനെയെങ്കിലും പോവാം. ആ, ഇങ്ങനെ പോയ ബസ് കിട്ടിയത് തന്നെ. ഒന്ന് ആഞ്ഞ ചവിട്ടിക്കേ. ചവിട്ടൊക്കെ ആഞ്ഞ് തന്നെ ചവിട്ടുന്നത്. വണ്ടി നീങ്ങണ്ടേ? ഒരു ചുമടല്ലേ പറയില്ലേ? அம்மா வச்சு ஏமாத்திட்டீங்களா? ஏய் ஆரம்போ, முத்து, பழனி, சின்னையா, எல்லாரும் ஆயுதங்களை எடுத்து சீக்கிரம் புறப்படுங்கடா. எதுக்குப்பா? எதுக்கு இவ்ளோ டென்ஷன்? அவங்கள அங்கிருந்து ஓடிக்கணும், அவ்வளவுதானே? அதன் எதுக்குப்பா ഈ குஸ்திக்காரும் ஆயுதம் எல்லாம்? அது எனக்கு விட்டு கொடுங்க. எடி, நீ வெறும் ஒரு பொண்ணு. நான் வெறும் பொண்ணு இல்லப்பா, தேவர் பொண்ணு. பயம் என் பிளட்லயே இருக்காது. நீ என்னடி செய்ய போற? வெயிட் அண்ட் see. ஹாய் மீரா, ஹாப்பி நியூஸ். இந்த வெக்கேஷனுக்கு அடிச்சு பொளிக்கணும்னு நீ ஜோதி சொல்லலையா? சரி, சீக்கிரம் பெட்டி எல்லாம் பேக் செய். எஸ், and welcome you naughty and dirty girls